ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുകയാണ്. തന്ത്രിക്ക് സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണ് എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം തന്നെ കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതിനാൽ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, തന്ത്രിയുടെ ജാമ്യാപേക്ഷ നമുക്കറിയാം. ഈ ജാമ്യാപേക്ഷയിൽ തന്നെ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ SIT തുടരുന്ന അവ്യക്തതയാണ്. എന്ത് കാര്യത്തിലാണ് തന്ത്രിയിൽ നിന്ന് ഇവർ വ്യക്തത തേടുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ SITക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ എന്തിനു നടന്നു, അതിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ എത്തും. എപ്പോഴാണ് ജാമ്യാപേക്ഷ എത്തുക? ഒപ്പം തന്നെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് തീരുകയുമാണ്. പറയൂ മനോജ്. ഈ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ തന്ത്രിയുടെ അഭിഭാഷകർ അവിടെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ കാര്യങ്ങളിൽ, അതായത് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ജാമ്യാപേക്ഷയും ഒപ്പം പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം അറസ്റ്റിലാകുന്ന ആളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ അടക്കം SIT ചോദ്യം ചെയ്തിരുന്നു. മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് അടക്കം SITയുടെ ചോദ്യമുനയിലുണ്ടായിരുന്നു. എന്നിട്ടും അവരെയൊന്നും അറസ്റ്റ് ചെയ്യാതെ പിന്നീട് തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ അതിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് അഭിഭാഷകരടക്കം പറയുന്നത്. അതായത് പല കാരണങ്ങൾ പറയുമ്പോഴും അതിൽ തന്ത്രിക്ക് എന്തായിരുന്നു പങ്ക്, അല്ലെങ്കിൽ തന്ത്രിയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള വിവരം ആ റിപ്പോർട്ടുകളിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഹൈക്കോടതിയിൽ നേരത്തെ SIT സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഈ തന്ത്രിയെ പരാമർശിക്കുമ്പോഴും അതിനുശേഷമുള്ള ഈ അറസ്റ്റിന് ശേഷമുള്ള റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴും രണ്ട് റിപ്പോർട്ടുകൾ തമ്മിലും വളരെ വ്യത്യസ്തതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ തന്ത്രി ജയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വൈദ്യസഹായം നൽകിയിരുന്നു. ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള വൈദ്യ സഹായം നൽകണമെന്നുള്ളത്. അതിനുശേഷമാണ് ഇന്ന് വിജിലൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും ഈ കോടതിയിൽ ഈ തന്ത്രിയുടെ അഭിഭാഷകൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വാദിക്കും. അതോടൊപ്പം തന്നെ ഈ ജാമ്യാപേക്ഷയിലും കൃത്യമായും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്ത്രിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്നുള്ള കാര്യം. എന്തായാലും SIT ആവശ്യപ്പെടുന്നത് ഈ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നൊക്കെ ആവശ്യമാണ് SIT മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തന്ത്രിയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ്, ജയിലിൽ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം കോടതി നടപടിക്രമങ്ങൾ എന്താണോ എന്നുള്ളതിനെ പറ്റി കൃത്യമായും വിവരം ലഭിച്ച ശേഷമാകും മറ്റൊരു ദിവസത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം മാറ്റിവെക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അതേസമയം തന്നെ CPM നേതാവ് കൂടിയായിട്ടുള്ള പത്മകുമാറിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. നിരവധി തവണ റിമാൻഡ് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ഇന്നും ഈ കോടതിയിൽ എത്തിച്ച് റിമാൻഡ് കാലാവധി നീട്ടി നൽകാനാണ് സാധ്യത. അറസ്റ്റിലായ ഒരു പ്രതിക്കും ഇതുവരെയും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല.